ഗേയ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഡെയ്സി ഹിൽ കോല സെൻറ്റർ കൺസർവേഷൻ പാർക്കിൽ പോവുകയാണ്. വണ്ടിയൊക്കെ വിട്ടിട്ട് നേരെ അങ്ങോട്ട് പോയി. നമ്മൾ പ്ലാൻഡായിട്ട് വന്നതല്ല, അതുകൊണ്ട് ഇവിടെ എന്തോ സംഭവം എന്നൊന്നും അറിയത്തില്ല. നമ്മൾ വേറൊരു ആവശ്യത്തിനായിട്ട് ഒരു സ്ഥലം വരെ വന്നു. അപ്പം അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനത്തെ പരിപാടികളുണ്ട് എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ, വൈ നോട്ട്, പോയേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയാണ്. ഇതൊക്കെയാണ് ഓസ്ട്രേലിയയിലെ ഭീകരന്മാർ. ഈ സാധനത്തിനെ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പച്ചലപ്പം പോലത്തെ സാധനം ഇതിനെ കണ്ടിട്ടുണ്ട്. ലൈസ് മോണിറ്റർ എന്ന് പറയും. ഇതൊക്കെ ഇവിടെ കോമൺ ആണ്. ഇതിനെയും കണ്ടിട്ടുണ്ട്, ഈസ്റ്റേൺ വാട്ടർ ഡ്രാഗൺ. പക്ഷെ ഇത് രണ്ടിനെയും കാണാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ബ്രിസ്ബെയിനിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ഡ്രൈവാണ് ഇവിടേക്കുള്ളത്. അപ്പം ഒരു 25-30 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെയാണ് സംഭവം ഉള്ളതെന്ന്. നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോകുമ്പം ചെറിയൊരു സ്റ്റഡി നടത്താറുള്ളതാണ്. പക്ഷേ ഇന്ന് വേറൊരാവശ്യത്തിനായിട്ട് വന്നതുകൊണ്ട് നമ്മൾ സ്റ്റഡി ഒന്നും നടത്തിയില്ല. വരുന്ന വഴി നേരെ ഇങ്ങോട്ട്, വരുന്ന വഴിയല്ല, പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി. ഇതാണ് ഇവിടുത്തെ കോല സെൻറ്റർ. അകത്ത് കയറി നോക്കാം എന്താ സംഭവം എന്ന്. അച്ഛടാ, ഉറക്കമാണ്. ഇതാണ് കോല. കണ്ട കോലകളെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, എല്ലാം തേണ്ട കിടന്നുറക്കമാണ്. പുറത്ത് കണ്ടതും ഇവിടെ കണ്ടതും എല്ലാം. എൻ്റെ ഒരു ഫൺ ഫാക്റ്റ് ഉണ്ട്. ഒരു ദിവസത്തിൽ ഏതാണ്ട് 16 തൊട്ട് 22 മണിക്കൂർ വരെ ഈ സാധനങ്ങൾ ഉറക്കമായിരിക്കും. വേറെ ഒരു പരിപാടി ഇത് ചെയ്യത്തില്ല. 24 മണിക്കൂറുള്ളൊരു ദിവസത്തിൽ 22 മണിക്കൂറും ഉറക്കം. വണ്ടർഫുൾ. അതിന് കാരണമെന്ന് വെച്ചാൽ ഇത് ആകെ കഴിക്കുന്നത് യൂക്കാലിപ്റ്റസ് ലീവ്സ് മാത്രമാണ്. ആ യൂക്കാലിപ്റ്റസ് ലീവ്സിലാണെങ്കിൽ അധികം ന്യൂട്രിയൻസും ഇല്ല. അപ്പം ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അതിന് എനർജി കിട്ടും. ഇവർക്ക് എനർജി ഇല്ലാത്തതുകൊണ്ട് ഇവർ ഫുൾ ടൈം ഉറങ്ങുന്നു. ഇത് വെറും റീസൺ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. ഇതൊക്കെ ഒരു റീസണാ. ദേഹം ചൊറിയാനാണേലും ഒന്ന് എണ്ണീറ്റല്ലേ, അതറിഞ്ഞാൽ മതി. നമ്മൾ ആ കോല സെൻറ്ററിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോടൊക്കെ ഒന്ന് ചുമ്മാ ചുറ്റിക്കിറങ്ങി നടന്നു പോകാം. ഇല്ല, കങ്കാരുവിനെ കാണാൻ കിട്ടിയാലും. അവിടെ ഏതാണ്ടൊരു കങ്കാരു പോകുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. അവിടെ താഴെ കാണുന്ന സാധനം ഒരു കങ്കാരു ആണ്. അതിപ്പോൾ ഒന്ന് ചാടി കാണിക്കുമായിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. ചാടുന്നില്ല. പുല്ല് തിന്നുവാന്ന് തോന്നുന്നു. കങ്കാരു ചാടാൻ നോക്കിയെന്ന് മടുത്തിട്ട് ഞാനവിടെ ഒന്ന് പോണു. ഇതെന്താ ഈ മരമില്ല, ഇങ്ങനെ മരത്തിൻ്റെ ബാർക്കൊക്കെ കരിഞ്ഞിരിക്കുന്നത്? കരിയല്ലേ? ഹലോ, ചെറിയ അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ട്. വൈൽഡ് ലൈഫ്
എല്ലാം ഓരോ നമ്മൾ എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം പോലെ എത്തുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള മൃഗങ്ങളാണ് കാണാൻ സാധിക്കുക എന്നിവരിങ്ങനെ ബോർഡ് വെച്ചേക്കുന്നത്. നമ്മൾ എന്തിനേലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വലിയൊരു ഉപകാരമാണ്. ആ കറുത്ത് കാണുന്നത് കരിഞ്ഞിരിക്കുന്നതല്ല, അതെന്തോ ഒരു സ്പെഷ്യൽ ലെയർ ഓഫ് ബാർക്കാണ്. അപ്പം ആ ബാർക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് പിടിച്ചിരുത്തിയിട്ട് മരത്തിനെ ഫോറസ്റ്റ് ഫയറിൽ നിന്നുമൊക്കെ രക്ഷിക്കാനായിട്ടുള്ളൊരു മരത്തിൻ്റെ മെക്കാനിസമാണ് ആ ബ്ലാക്ക് കളർ കണ്ടത്. അത് കരിഞ്ഞിരിക്കുന്നതാണ് തെറ്റിദ്ധരിച്ചു. ട്രയൽ അത്ര ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഇനി വേറെ വല്ല ട്രയലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ ആൾക്കാർക്ക് വന്നൊരു എന്താ പിക്നിക് സ്പോട്ട് പോലത്തെ ഒരു സ്പോട്ടാണ്. ബ്രിസ്ബെയിനിലുള്ളവർക്കാണെങ്കിലും ഗോൾഡ് കോസ്റ്റിലുള്ളവർക്കാണെങ്കിലും ഫാമിലിയായിട്ട് വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കോലേനെ കാണിച്ചു കൊടുക്കാൻ. എപ്പോൾ വന്നാലും കോലേനെ കാണാം. കാരണം കോല കൺസർവേഷൻ സ്പോട്ടിൽ അതുള്ളതുകൊണ്ട് എപ്പോഴും കോലേനെ കാണാനും പറ്റും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ നടക്കുമ്പോൾ പുറത്തും കാണാം. കുഴപ്പമില്ല, ചുമ്മാ വന്ന് കുറച്ച് നേരം വന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ട്. അത്രേ ഉള്ളൂ. ഓക്കേ.